ഹലോ എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റുകളാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്രാഫ്റ്റുകൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു പൂവിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ഇത് ഞാൻ പ്ലാസ്റ്റിക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൽ താഴെയുള്ളത് ഈർക്കിലിയാണ്. അത് ഞാൻ ഈ ചുമ്മാ കയറില്ലേ, അത് ചെറിയ കയറ് അതെടുത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പൂക്കളുടെ കൂട്ടം. ഇത് ഞാൻ ഇതിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സാറ്റിൻ റിബണാണ് കേട്ടോ. ക്ലോത്തിൻ്റെ സാറ്റിൻ റിബൺ അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ പൂക്കൾ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സമയം കിട്ടാറില്ല. സമയം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. പിന്നെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഈ കുഞ്ഞു കുട്ടികൾക്ക് തലമുടിയിലിടുന്ന ബൗ ആണ്. ഇതും ഞാൻ ഈ പറയുന്ന പോലെ സാറ്റിൻ റിബൺ, പ്ലാസ്റ്റിക്കിൻ്റെ സാറ്റിൻ റിബൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് നടുവിലുള്ള ഈ ഒരു ആക്സസറീസൊക്കെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഷോപ്പിൽ ചെന്നിട്ട് മേടിക്കും, എന്നിട്ട് ഈ താഴെയുള്ള ഈ മുത്തുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ മേടിക്കും. എന്നിട്ട് ഞാൻ നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതവിടെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഈ കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കേടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു CD പാക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് എനിക്കിങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ, കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇപ്പം ഞാനിവിടെ പ്രൈസ് ടാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഫ്രീ ആയിട്ട് കൊടുക്കും, പക്ഷേ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു രസത്തിന് പ്രൈസ് ടാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമുക്കിത് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പ്രൈസ് ടാഗ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അടുത്തത് ഞാൻ അതേപോലെ തന്നെ ചെയ്ത വേറൊരു വെറൈറ്റിയാണിത്. ഇതും ആ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു കാര്യം ക്ലോത്താണ് കേട്ടോ. ഈ ഒരു ബൗ ക്ലോത്താണ്. ഇത് നമ്മളുടെ പ്ലാസ്റ്റിക് സാറ്റിൻ റിബൺ, ഇത് നമ്മുടെ ക്ലോത്തും കൊണ്ടുള്ള ഓർഗൻസ റിബണാണ്. പിന്നെ ഈ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു ചെറിയൊരു റോസ് പൂവും കൊണ്ടുള്ള ഒരു ബൗ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബൗ ആണ്. ഞാൻ വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു കൗതുകം പോലെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും കേടാവാൻ പാടില്ലല്ലോ, എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം ഇതിപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ട് ഒരു വർഷത്തോളം ആയിട്ടോ. കുറേയൊക്കെ ഞാൻ ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാറാണ് പതിവ്. ഇനി അതുപോലെ വേറൊരു സെറ്റാണിത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൽ നടുവിലുള്ള ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ക്ലിപ്പാണ്. ഞാനതിൽ നൂല് ചുറ്റി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ. ഇനിയും ഞാൻ കുറേ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം നിങ്ങളെ വഴിയെ പരിചയപ്പെടുത്തുന്നതാണ്. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽ ഓരോരുത്തർക്ക് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ വെച്ച് അതങ്ങനെ കയ്യിൽ നിന്ന് പോയതാണ്. ഇനിയും ഉണ്ടാക്കി വെക്കും. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ കളക്ഷൻ പോയി കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പം അതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്ത് ഇടുവാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക്